എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. അങ്ങനെ മുഖ്യമന്ത്രി വിജയ് തൻ്റെ മുമ്പിലുണ്ടായിരുന്ന വലിയൊരു അഗ്നിപരീക്ഷ വിജയിച്ച് കയറിയിരിക്കുകയാണ്. അങ്ങനെ ആ മുഖ്യമന്ത്രി കസേര അദ്ദേഹം കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു അവസ്ഥ എന്തെന്നാൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിജയ് മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റെങ്കിലും വിജയ്ക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ മറികടക്കേണ്ട ഒരു കടമ്പ എന്തെന്നാൽ തമിഴ്നാട് നിയമസഭയുടെ അകത്ത് നടക്കുന്ന ഫ്ലോർ ടെസ്റ്റാണ്, അഥവാ വിശ്വാസ വോട്ടെടുപ്പ് എന്ന് പറയുമല്ലേ. അവിടെ ഭൂരിപക്ഷം തയ്ക്കാൻ എത്ര സീറ്റാണ് വേണ്ടത്? 118. പക്ഷേ വിജയ്ക്ക് ആകെ ഉണ്ടായിരുന്ന 107 സീറ്റുകളാണ്. 108 ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ നിന്ന് രാജിവെച്ച് വിജയ് തന്നെയായിരുന്നല്ലോ രണ്ടിടത്തും നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, CPI, CPIM, മുസ്ലിം ലീഗ്, VCK തുടങ്ങിയ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടി. അവരൊക്കെ DMK സഖ്യത്തിൽ നിന്ന് DMK പിന്നിൽ നിന്ന് കുത്തി വിജയ്ക്കൊപ്പം ചേർന്നവരാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വൈറലായിട്ടുള്ളൊരു ട്രോൾ വീഡിയോ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പണ്ടത്തെ വീഡിയോ ആണ്. മൈ ബ്രദർ സ്റ്റാലിൻ. ഞാൻ ആരെയും ബ്രദർ എന്ന് വിളിച്ചിട്ടില്ല. സ്റ്റാലിൻ എന്നുള്ളത് നമുക്ക് അത്രത്തോളം വേണ്ടപ്പെട്ട ഒരാളാണെന്ന് പറയുന്നൊരു വീഡിയോ ആണ്. പണ്ടത്തെ വീഡിയോ ആണ്. പിന്നീട് കാണിക്കുന്ന വീഡിയോ എന്തെന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി വിജയ്ക്കൊപ്പം നിന്ന് ഇത് നമ്മളുടെ ആളാണെന്ന് പറയുന്നൊരു വീഡിയോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ കേവല ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ മാറിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം കാലത്തിനൊത്ത് മാറ്റങ്ങൾ അനിവാര്യമാണ്. അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞിരിക്കുന്നതല്ല യഥാർത്ഥ രാഷ്ട്രീയം. എന്തായാലും ഗവർണറുടെ മുമ്പാകെ വിജയ്ക്ക് 120 സീറ്റിൻ്റെ പിന്തുണ തെളിയിക്കാൻ സാധിക്കുകയാണ്. പക്ഷേ ഇന്ന് നടന്ന വിശ്വാസ വോട്ടെടുപ്പിലാണ് ഒരു ട്വിസ്റ്റ് വന്നത്. വിജയ്ക്ക് ലഭിച്ച പിന്തുണ വോട്ടുകൾ എത്രത്തോളമാണെന്നറിയാവോ? 144 വോട്ട്. അപ്പോൾ 24 വോട്ട് എവിടുന്ന് വന്നു? അതൊരു ചോദ്യം തന്നെയല്ലേ. അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകൾ സംഭവിച്ചു. പിന്നീട് വിജയുടെ ഇന്നലത്തെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. അതോടൊപ്പം വിജയ് അധികാരമേറ്റ ശേഷം എടുക്കുന്ന ഏറ്റവും വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനമാണ് 717 ബിവറേജ് ഔട്ട്ലെറ്റുകൾ. നമ്മളുടെ ബെവ്കോ പോലത്തെ അവിടുത്തെ ഗവൺമെൻറ് ഔട്ട്ലെറ്റുകളാണ്, ടാസ്മാക് എന്ന് പറയുമല്ലേ. 717 ഔട്ട്ലെറ്റുകൾ പൂട്ടാനായിട്ടുള്ളൊരു ഉത്തരവ് വിജയ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ ഈ പ്രദേശങ്ങളുടെ അടുത്തുള്ള, അതായത് വളരെ ആൾക്കാർ ഒത്തുകൂടുന്ന പ്രദേശങ്ങളുടെ അടുത്തുള്ള ഈ ടാസ്മാക് സെൻറ്റേഴ്സ് പൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 717 വരും. ഇത് ഒരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനമാണ്. കാരണം മദ്യം അത്രത്തോളം നിർത്തണമെന്ന് ലഹരിക്കെതിരെ ഒരു പോരാട്ടമാണ്. അതിനപ്പുറത്തേക്ക് ആരും പറയാത്തൊരു കാര്യം ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം നമ്മുടെ കേരളത്തെ പോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനങ്ങളിലൊന്നാണ് തമിഴ്നാടിനും മദ്യത്തിൽ നിന്നുള്ള വരുമാനം എന്നുള്ളത്. ആ വരുമാനം എത്രയാണ്? അപ്പോൾ അതാണ് വിജയ് സത്യം പറഞ്ഞാൽ അതിൻ്റെ നല്ലൊരു ഭാഗമാണ് വിജയ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. ആ ഒരു ധൈര്യമുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇത്ര വരുമാനം വേണ്ട, അത് ഭയങ്കര ഒരു സംഭവം തന്നെയല്ലേ. മറിച്ച് ഇവിടെ നോക്ക്, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ സത്യം പറഞ്ഞാൽ വിജയിയെ കണ്ട് പഠിക്കേണ്ടതാണ്. വിജയ് ഇത് പൂട്ടുമെന്നും പറഞ്ഞൊന്നും അല്ല വന്നത്. പക്ഷേ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് എങ്ങനെയായിരുന്നു? KPC ലളിത, ഇന്നസെൻറ്റിനെയൊക്കെ വെച്ച് ചെയ്ത പരസ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലേ? നമ്മൾ മദ്യശാലകൾ പൂട്ടാൻ പോകുക എന്നും പറഞ്ഞാണ് വന്നത്. പക്ഷേ അന്ന് പിണറായി വിജയൻ അധികാരത്തിൽ കയറുമ്പോൾ 29 ബാറുകൾ മാത്രമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് എത്ര ബാറുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കണം, ഈ വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നീട് നമ്മുടെ മുഖ്യമന്ത്രി തീരുമാനം ഇന്നാവും. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മീറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാവുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും ദിവസമായില്ലേ, ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ മൊത്തത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് നമുക്കറിയാം അല്ലേ. അതൊക്കെ അപ്രൂവ് ചെയ്താലേ അവരുടെ പല മനുഷ്യരുടെ മെഡിക്കൽ ചെലവുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം നടക്കത്തുള്ളൂ. പക്ഷേ അതൊക്കെ ഇത്രയും ദിവസമായിട്ട് ഒരു അവതാളത്തിൽ കിടക്കുക. അതോടൊപ്പം പുതിയതായിട്ട് അധികാരത്തിലേറാൻ പോകുന്ന ഗവൺമെൻറ് നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളികളാണ്, പ്രധാനമായിട്ടും സാമ്പത്തിക വെല്ലുവിളി. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ, ധനകാര്യമന്ത്രി ആരാകുമെന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ ഫീഡിലേക്ക് എത്തണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെച്ചേക്കെങ്കിൽ മാത്രമേ യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ ഫീഡിലേക്ക് വീഡിയോസ് കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ കാലത്ത് സ്വാധീനം അഥവാ ഇൻഫ്ലുവൻസ് എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ വിജയ് എന്ന നടനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. തമിഴ് ജനതയുമായിട്ട് അദ്ദേഹം കെട്ടിപ്പടുത്ത ആഴത്തിലുള്ള ബന്ധവും വിശ്വാസവുമാണ് ഇന്ന് വലിയൊരു രാഷ്ട്രീയ സ്വാധീനമായി മാറിയിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥ കരുത്തെന്നത് വെറും പ്രശസ്തിയല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങും ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസവുമാണ്. എന്നാൽ ഇത്തരം വലിയ യാത്രകൾക്ക് പിന്നിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്: ശക്തമായിട്ടുള്ള സാമ്പത്തിക അടിത്തറ. നമ്മളുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണെങ്കിലും സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ മാത്രമേ അവ വളരത്തുള്ളൂ. യഥാർത്ഥ ജീവിതത്തിൽ ഈ അടിത്തറ തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ. നല്ല വരുമാനമുണ്ടായിട്ടും വീട് വാങ്ങാനോ ബിസിനസ് തുടങ്ങാനോ ലോണിന് അപേക്ഷിക്കുമ്പോൾ പലരും പരാജയപ്പെടുന്നത് കൃത്യമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ത്യയിൽ ഇന്ന് 750 മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ മികച്ച സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കത്തുള്ളൂ. വരുമാന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കും ആദ്യമായിട്ട് ക്രെഡിറ്റ് ഹിസ്റ്ററി തുടങ്ങുന്നവർക്കും ഇത് പ്രയാസകരമാണ്. ഇതിനൊരു പരിഹാരമാണ് RBI അംഗീകൃത പ്ലാറ്റ്ഫോമായിട്ടുള്ള സെറ്റ് അവതരിപ്പിക്കുന്ന സെറ്റ് FD ക്രെഡിറ്റ് കാർഡ്. വെറും 2000 രൂപയുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങുന്നതിലൂടെ വരുമാന രേഖകൾ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കാം. ഇതിലൂടെ പ്രധാനമായിട്ടും 3 ഗുണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് നിങ്ങളുടെ ഡെപ്പോസിറ്റിന് 7% വരെ പലിശ ലഭിക്കും. ഇത് പൂർണ്ണമായിട്ടും സുരക്ഷിതവുമാണ് കേട്ടോ. രണ്ടാമതായി ഇത് ഉപയോഗിക്കുന്നതിലൂടെ
വെറും 40-60 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ 750 മുകളിൽ എത്തിക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ പ്ലാറ്റ്ഫോംസിൽ 20% വരെ ഡിസ്കൗണ്ടും ആമസോൺ, ഫ്ലിപ്കാർട്ട് വൗച്ചറുകളും ക്യാഷ് ബാക്കുകളും ഇതിലൂടെ ലഭിക്കും. വിദ്യാർത്ഥികൾക്കും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു മികച്ച അവസരമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ നിങ്ങളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കൂ. ഇന്നേ ദിവസം തമിഴ്നാട് നിയമസഭയിൽ വിജയ്ക്ക് ഏറ്റവും നിർണായകമായ ദിവസമായിരുന്നു. കാരണം ഇന്നാണ് വിശ്വാസ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആകെ വേണ്ടത് എത്രയാണ്? 118 പ്രൂവ് ചെയ്താൽ മതി. പക്ഷേ 120 തന്നെ ഗവർണറുടെ മുമ്പാകെ വിജയ് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പിന്തുണ കത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിശ്വാസ വോട്ടെടുപ്പ് നടന്ന് റിസൾട്ട് വന്നപ്പോൾ വിജയ്ക്ക് 144 MLA-മാരുടെ പിന്തുണ. എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്തെന്നാൽ AIADMK എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, അതിൻ്റെ നേതാവായിട്ടുണ്ടായിരുന്നത് നമ്മളുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള എടപ്പാടി പളനിസ്വാമിയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ വരുന്ന വാർത്തകളെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ പാർട്ടി ഉണ്ടല്ലോ, AIADMK ഉണ്ടല്ലോ, 3-4 ആയിട്ട് സ്പ്ലിറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഒരു വ്യക്തി അധികാരമേൽക്കുമ്പോൾ കേവലം ഒരു അധികാരമേൽക്കൽ എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് പാർട്ടികളുടെ ശവക്കല്ലറയ്ക്ക് ആണിയടിക്കാൻ കൂടി വിജയ്ക്ക് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇതിൻ്റെ നേതാവ് ആയിട്ടുണ്ടായിരുന്നത് ഈ EPS ആണ്, എടപ്പാടി പളനിസ്വാമിയാണ്. പക്ഷേ മറ്റ് ചില MLA-മാരുണ്ടല്ലോ, ചില ഗ്രൂപ്പ് കളികളൊക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് വിട്ടുപോരുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രധാനമായിട്ടും വേലുമണി, പിന്നെ ഷൺമുഖം, അവരൊക്കെ MLA-മാരാണ്. ഇവരുടെ നേതൃത്വത്തിൽ കുറച്ച് MLA-മാരൊക്കെ ചാടാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. ഇന്നലെ മുതൽ നമ്മൾ വാർത്ത കേൾക്കുന്നതാണ്. AIADMK പിളർപ്പെന്നും പറഞ്ഞിട്ട് അവർ വിജയ്ക്ക് വോട്ട് ചെയ്യുകയാണ്. 24 വോട്ട് അവരുടെ വിജയ്ക്ക് കിട്ടുകയാണ്. DMK ഈ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. പിന്നീട് 22 പേര് വിജയ്ക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുകയാണ്. 61 പേര് അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. വാക്കഡ് ഔട്ട് എന്നാണ് പറയുന്നത്. ഇറങ്ങിപ്പോവുക അല്ലാതെ ചെയ്യാതെ പോവുകയാണ്. ന്യൂട്രലായിട്ട്, അതായത് പ്രത്യേകിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മമതയൊന്നും കൊടുക്കാതെ ഒരു 5 പേരുമുണ്ട്. എന്തായാലും 144 പേരുടെ പിന്തുണ വിജയ്ക്ക് കിട്ടിയിട്ട് ഇത് വിജയ് ആ ഒരു അഗ്നിപരീക്ഷ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടികളും ഇല്ലാതായി പോകരുത്. അത് വലിയൊരു ഏകാധിപത്യപരമായിട്ടുള്ള രീതികളിലേക്കായിരിക്കും നമ്മുടെ നാട്ടിനെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയും, നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒന്നാണല്ലോ. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം അവസാനിച്ചു, ഇനി ഉണ്ടാകില്ല. പക്ഷേ ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞോട്ടെ, കേരളത്തെ അപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ നമ്മുടെ കേരളം ഒരുപാട് വർഷങ്ങൾക്കപ്പുറം ഒന്നോർക്ക് നമുക്ക് മാത്രമല്ലേ കേരളത്തിൽ ജീവിക്കാനുള്ളത്. നമ്മുടെ കാലത്ത് മാത്രം കേരളം ബെറ്ററായിട്ട് നമ്പർ 1 ആയിട്ട് ഇരുന്നാൽ പോരാ. മറിച്ച് 100 വർഷം, 200, 500, 1000 വർഷം കഴിഞ്ഞാലും നമ്മുടെ കേരളം നമ്പർ 1 ആയിട്ട് തന്നെ നിൽക്കണം. അന്നിവിടെ ജീവിക്കുന്ന മലയാളികൾക്കും നമ്മളിപ്പോൾ ജീവിക്കുന്ന അതേ ആത്മാഭിമാനത്തോടെ, അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപാട് പടികൾ മുകളിലായിട്ട് അവർക്കും ജീവിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം. കാരണം നമ്മുടെ ഉള്ളിലെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവർ മുമ്പോട്ട് വയ്ക്കുന്ന ഈ മാർക്സിസ്റ്റ് സോഷ്യലിസം അടിസ്ഥാനമാക്കി മുമ്പോട്ട് വയ്ക്കുന്ന സ്കൂൾ എഡ്യൂക്കേഷൻ, അതുപോലെ സ്കൂളൊക്കെ നല്ല മൊത്തം അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു ഈ സർക്കാർ. അതോടൊപ്പം നമ്മുടെ ഹോസ്പിറ്റൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇവർക്കത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇനിയിപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ കയറുമല്ലേ, നമുക്ക് കണ്ടറിയാം എന്തായി തീരുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ UDF സർക്കാരിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങളൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. അതൊക്കെ ഏത് വഴിക്കെത്തുമെന്ന് നമുക്ക് കണ്ടറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെന്നാൽ AIADMK പതുക്കെ ഇല്ലാതായി മാറുകയാണ്. പിന്നീടുള്ളത് DMK മാത്രമാണ്. ഇനി ആൾക്കാർ AIADMK പോകുമ്പോൾ TVKയും DMK മാത്രമാകും ഒരു മത്സരമല്ലേ. പക്ഷേ DMKയും പതുക്കെ ഈ സ്റ്റാലിൻ്റെ ഒരു പ്രഭാവമൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് DMK ഇല്ല. അങ്ങനെ വിജയുടെ ഒരു ഭരണം ഒരു ഏകാധിപത്യത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ അതൊരു വിഷയമാണ്. ഞാനിപ്പോൾ കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും മറ്റൊരു സംസ്ഥാനത്താണെങ്കിലും ഒരേ പാർട്ടി തന്നെ, ഒരേ മുന്നണി തന്നെ എല്ലാ വർഷവും ഭരിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല. കാരണം മാറി മാറി വന്നാലേ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാകത്തുള്ളൂ. അവിടെ ഒരുപാട് പുതിയ നമുക്ക് ഗവൺമെൻറ്റുകൾ എപ്പോഴും എങ്ങനെയാണ് ചെയ്യുന്നത്, ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾ ഈ 5 വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നും പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്കിലും എന്തെങ്കിലും ചെയ്യുമല്ലേ. എന്തായാലും ഞാനത് വലിച്ചു കിട്ടുന്നില്ല, നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് വിജയുടെ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള തീരുമാനം. 717 ടാസ്മാക്ക്, അവിടുത്തെ ബിവറേജ് ഔട്ട്ലെറ്റുകളുണ്ടല്ലോ ഗവൺമെൻറ്റിൻ്റെ, അത് പൂട്ടാനുള്ള ഉത്തരവ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കണം, മനസ്സിലാക്കണം. കാരണം നമ്മൾ തന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ്, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാനങ്ങളിലൊന്ന് മദ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണെന്നല്ലേ. ഈ ഒരു വാദത്തെ എതിർക്കുന്നവർ, അതായത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ല മദ്യവിൽപ്പന എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഷെയർ ചെയ്യുന്ന ഒരു ഓൺലൈൻ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. RBIയുടെ രേഖ എന്നാണ് അവർ പറയുന്നത്. അതിൽ നോക്കിയാൽ 3-4% മദ്യത്തിൽ നിന്നുള്ള കേരളത്തിൻ്റെ വരുമാന വിഹിതം എന്ന് പറയുന്നത്, ആകെ വരുമാനമായിട്ട് നോക്കുമ്പോൾ
അത് ശരി തന്നെയാണ്, RBIയുടെ രേഖ തന്നെയാണ്, അത് തെറ്റൊന്നുമല്ല. പക്ഷേ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത് ഷെയർ ചെയ്യുന്നവർ. കാരണം മദ്യത്തിൻ്റെ മുകളിൽ 2 ടൈപ്പ് ഓഫ് ടാക്സുകളാണുള്ളത്. ഒന്നാമത്തത് എക്സൈസ് ടാക്സ് അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയും. രണ്ടാമത്തത് സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ വാറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഈ സെയിൽസ് ടാക്സിൽ നിന്നാണ് പ്രധാനപ്പെട്ട ഒരു വരുമാനം സർക്കാരിന് ലഭിക്കുന്നത്. അത് 241% ഇന്ത്യൻ മെയ്ഡ് ഇന്ത്യൻ ലിക്കറിന്. ഇനി ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 251%. ഇത് മറച്ചു വെച്ച്, ഈ സെയിൽസ് ടാക്സ് എന്ന് പറയുന്ന ഭാഗം മറച്ചു വെച്ച്, ഈ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്ന കാര്യം മാത്രമാണ് നിങ്ങൾ RBIയുടെ ഡാറ്റ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. സംഭവം ശരിയാണ്, RBIയുടെ ഡാറ്റയാണ്. RBI അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത്രയാണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പക്ഷേ സെയിൽസ് ടാക്സ് എന്ന് പറയുന്ന ഒന്നിനെ അവർ കംപ്ലീറ്റ് മനഃപൂർവ്വം അവഗണിച്ച് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എക്സൈസ് ഡ്യൂട്ടി ഫിക്സഡ് ആയിരിക്കും. ഇപ്പോൾ 1 ലിറ്റർ മദ്യത്തിന് 10 രൂപ അല്ലെങ്കിൽ 15 രൂപ എന്നായിരിക്കും. ആ മദ്യത്തിന് എത്ര വിലയാകട്ടെ, ഇപ്പോൾ ആ മദ്യത്തിന് 1000 രൂപയാണ്, പക്ഷേ അത് വില കൂട്ടുകയാണ്, 2000 രൂപ ആക്കുകയാണ്. എങ്കിലും അതിന് ഈ 10-15 രൂപ തന്നെയായിരിക്കും, അതിൻ്റെ അകത്ത് വർധനമൊന്നും വരത്തില്ല. അതിൽ കളി വരുന്നത് ഈ സെയിൽസ് ടാക്സിലാണ്. 251% അടിച്ചു തരുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിനും തമിഴ്നാടിനും ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാവോ? സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനം എടുക്കുക. ഇനിയും മറ്റൊരു തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നുണ്ട് കേട്ടോ. സംസ്ഥാനത്തിൻ്റെ ആകെ നികുതി പിരിവ് പറയാൻ പറ്റും, ആകെ വരുമാനവും പറയാൻ പറ്റും. നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ കേരളത്തിൻ്റെ ആകെ വരുമാനമുണ്ടല്ലോ, അത് നികുതി പിരിവുണ്ടാവും, മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളുണ്ടാവും, ലോട്ടറി പോലുള്ള നേരിട്ടും ഇൻഡയറക്റ്റായിട്ട് നടത്തുന്ന പദ്ധതികളുണ്ടാവും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, നമ്മളുടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൊടുക്കുന്ന ഗ്രാൻറ്റുകളുണ്ടല്ലോ, ഫണ്ടുകളുണ്ടല്ലോ, ഇതെല്ലാം കൂട്ടിയാണ് നമ്മളുടെ കേരളത്തിൻ്റെ ആകെ വരുമാനം എന്ന് പറയുന്നത്. ഈ ആകെ വരുമാനത്തിൽ നമ്മൾ മദ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പങ്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്നറിയാവോ? തമിഴ്നാടാണ്. 2-ാം സ്ഥാനത്ത് നമ്മുടെ കേരളമാണ്. ഞാനിവിടെ കണക്കുകളൊക്കെ കാണിച്ചു തരാം. 2018-19 വർഷത്തിലെ കണക്ക് ഞാൻ പറയാം. കേരളത്തിൻ്റെ അന്നത്തെ ആകെ വരുമാനം, ആ ഒരു സാമ്പത്തിക വർഷത്തിലെ ആകെ വരുമാനം എന്ന് പറയുന്നത് 92,854.41 കോടിയാണ്. ഓക്കെ, അതിൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനം 11,206 കോടിയാണ്. അതായത് ആകെ വരുമാനത്തിൻ്റെ 12% കേരളത്തിന് ഈ മദ്യത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി തമിഴ്നാട് നോക്കുകയാണെങ്കിൽ അവരുടെ ആകെ വരുമാനം 1,80,619 കോടിയാണ്. അതിൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനം 31,157 17% അവരുടെ ഷെയർ വരുന്നത്. ഇനി നിങ്ങൾ കാണുന്ന ഈ പല പേജുകൾ ഷെയർ ചെയ്യുന്ന UPയിൽ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ എന്നൊക്കെ പറയുന്ന ആ ഒരു ഡാറ്റ ഉണ്ടല്ലോ, അതുമായിട്ട് യഥാർത്ഥ ഡാറ്റ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. മഹാരാഷ്ട്രയിൽ ആകെപ്പാടെ 9% മാത്രമാണ് മദ്യത്തിൽ നിന്നുള്ള ഷെയർ വരുന്നത്. ഇനി UPയിലാണെങ്കിൽ 6.6% മാത്രമാണ് ഷെയർ വരുന്നത്. ഷെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ? സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനമുണ്ടല്ലോ, അതിലും മദ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിട്ടുള്ള ആ ഒരു ശതമാനക്കണക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനം കിട്ടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. 17%, 18%, ആ റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നതല്ലേ. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്താണ് വിജയ് പറഞ്ഞത് നമുക്ക് ഈ 771 ടാസ്മാക് ഷോപ്പുകൾ അങ്ങോട്ട് പൂട്ടിയേക്കാം, അതിൽ നിന്നുള്ള വരുമാനം വേണ്ടെന്ന് വയ്ക്കുകയാണ്. തമിഴ്നാടിൻ്റെ ഡെപ്റ്റ് ടു GDP റേഷ്യോ നിലവിൽ 25%. അതായത് അവരുടെ ആകെ കടം, അത് നമ്മൾ ടോട്ടൽ അവരുടെ ഉൽപ്പാദനമുണ്ടല്ലോ, ആ ഒരു സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ ആകെ വരുമാനമുണ്ടല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളൊരു കണക്കാണ് ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്നുള്ളത്. 25%. നമ്മുടെ കേരളത്തിൻ്റെ എത്രയാണെന്നറിയാം? 36% കേട്ടോ. അവിടെ വേറൊരു കാര്യം കൂടിയാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയ് അവിടെ നിയമസഭയിൽ പറയുകയാണ് തമിഴ്നാടിന് ഇതുവരെ 10 ലക്ഷം കോടിയുടെ കടമുണ്ട്. ഉടനെ ഫേസ്ബുക്കിൽ പല പോസ്റ്റുകൾ വരുവാണ്. തമിഴ്നാടിന് 10 ലക്ഷം കോടിയുണ്ട്, കേരളത്തിനാകപ്പാടെ 3 ലക്ഷം കോടിയേ ഉള്ളൂ, അതാണ് കേരളത്തിൻ്റെ ഭരണ മികവെന്നൊക്കെ പറയുകയാണ്. പക്ഷേ നമ്മളുടെ വരുമാനം കൂടി നമ്മൾ നോക്കണ്ടേ? ഇപ്പോൾ എനിക്ക് 10,000 രൂപ വരുമാനമാണുള്ളത്, 1000 രൂപയുടെ ഒരു കടമുണ്ട്. എൻ്റെ സുഹൃത്തിന് 1 ലക്ഷം രൂപ വരുമാനമാണുള്ളത്, അവൻ 5000 രൂപ കടമുണ്ട്. കടം മാത്രം നോക്കിയാൽ എന്നെക്കാളും 5 ഇരട്ടി അവൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്താണ് മോശമെന്ന് നമുക്ക് പറയാമല്ലോ അത് നോക്കിയിട്ട്. പക്ഷേ അത് കറക്റ്റാണ്, ഒരിക്കലുമല്ല. അവന് ആകെ ശമ്പളത്തിൻ്റെ 5% മാത്രമേ കടമുള്ളൂ, എനിക്ക് ആകെ ശമ്പളത്തിൻ്റെ 10% കടമുണ്ട്. ഇത് തന്നെയാണ് ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ആകെ ഉൽപ്പാദനമുണ്ടല്ലോ, അതിൻ്റെ 36% കടത്തിലാണ് നമ്മൾ. അപ്പോൾ ഭീകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് 5-6 സംസ്ഥാനങ്ങൾ എടുത്താൽ, ഏറ്റവും കൂടുതൽ ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോയുള്ള സംസ്ഥാനങ്ങൾ എടുത്താൽ അതിൻ്റെ അകത്ത് കേരളമുണ്ട്. വലിയൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് എന്തായാലും വിജയ് ഇതൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്നത്. ഇത് തീർത്തും വലിയൊരു തീരുമാനം തന്നെയാണ്. കാരണം റിസ്ക് എടുക്കുകയാണ് അത്രത്തോളം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് നിസ്സാരമായിട്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്ന് മാത്രം കാണാൻ പറ്റത്തില്ല, പക്ഷേ മറിച്ച് വലിയൊരു റവന്യൂ സോഴ്സാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്. പിന്നീട് എന്തായാലും ഇന്നലെ നിയമസഭയിൽ നടന്നിട്ടുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിജയുടെ ഒരു സ്പീച്ചാണ്. അതായത് അവിടുത്തെ സ്പീക്കറെ തിരഞ്ഞെടുക്കണമല്ലോ. സ്പീക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നടക്കുന്നൊരു ചടങ്ങ്, ഒരു സെറമണി എന്തെന്നാൽ എല്ലാ പാർട്ടിയിലെ നേതാക്കൾ
അദ്ദേഹത്തെ ആനയിച്ച് ഒരേപോലെ കയ്യിൽ പിടിച്ച് സീറ്റിൽ കൊണ്ട് ഇരുത്തണം. അപ്പോൾ വിജയ് പറയുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു സ്റ്റോറി അറിയാവുമെന്ന് ചോദിച്ചു. ഒരു കുട്ടി സ്റ്റോറി സൊല്ലട്ടുമെന്ന് പറഞ്ഞിട്ട് വിജയ് പറഞ്ഞൊരു കഥയുണ്ട്. അത് നമുക്കും ഒരു പുതിയ അറിവായിരുന്നു. അതായത് പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷ് റൂൾ ഉണ്ടായിരുന്നപ്പോൾ അന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ രാജാവ് ഉണ്ടാകും, എന്നാലും ബ്രിട്ടീഷുകാരുടെ പാർലമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും പാർലമെൻറ്റ് രാജാവിൻ്റെ തീരുമാനങ്ങൾക്ക് എതിരായിട്ട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. രാജാവ് ഇന്നത് ചെയ്യണമെന്ന് പറയുകയാണ്, പക്ഷേ പാർലമെൻറ്റിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വേറേതായിരിക്കും. അപ്പോൾ ഇത് രാജാവിനെ അറിയിക്കേണ്ട ചുമതല ആർക്കാണ്? അന്നത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിലുണ്ടായിരുന്ന സ്പീക്കറിനാണ്. പക്ഷേ സ്പീക്കർ ഈ രാജാവിനെ അറിയിക്കാൻ ചെല്ലുമ്പോൾ രാജാവ് കുപിതനായിട്ട് ക്ഷിപ്രകോപിയായിട്ട് അത്രത്തോളം ദേഷ്യത്തോടെ ഈ സ്പീക്കറെ ശിക്ഷിക്കുന്ന, അദ്ദേഹത്തെ പണിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ജയിലിലിടും, അല്ലെങ്കിൽ തലവെട്ടിക്കളയും, അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ സഭയുടെ സ്പീക്കറാകാൻ പലരും മടിച്ചിട്ടുണ്ടായിരുന്നു. സ്പീക്കർ എന്നൊന്നും അല്ല കേട്ടോ കൃത്യമായിട്ടുള്ള അതിൻ്റെ പേര്, നമ്മൾ ഇട്ട് വിളിക്കുന്നതാണ്. ഒരു ദൂതനായിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്. എന്തായാലും രാജാവ് ദേഷ്യത്തോടെ ആ ദൂതനെ ശിക്ഷിച്ച സംഭവങ്ങളൊക്കെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ അന്ന് മുതലേ തുടങ്ങിയൊരു സംഭവമാണ്, ഒരു സെർമണിയാണ് പേടി കൂടാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിരുത്തുന്നത്. സ്പീക്കർ പേടി ഉണ്ടാകുമല്ലോ ആ ഒരു ചെയറിലിരിക്കാൻ. അപ്പോൾ പതുക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ അവിടെ കൊണ്ടിരുത്തുന്ന ആ ഒരു ചടങ്ങ് അതിൽ നിന്ന് വന്നതെന്നൊക്കെ വിജയ് പറയുകയാണ്. ഇനി നമ്മൾ മറ്റൊരു കാര്യം സംസാരിക്കേണ്ടത്, ഇപ്പോൾ വിജയ് ആ ബാറ് പൂട്ടുന്നതിൻ്റെ കൂടെ പറയേണ്ടതായിരുന്നല്ലേ, നമ്മുടെ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മദ്യശാലകൾ പൂട്ടുമെന്നുള്ളതാണല്ലേ. അത് KPSC ലളിത, ഇന്നസെൻറ്റ് ഇവരെയൊക്കെ വെച്ച് പരസ്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. ഇനിയൊരു കണക്കറിയാവോ? ഞെട്ടിക്കുന്ന കണക്ക്. LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം വരെ കേരളത്തിലാകെ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം പുതിയ തലമുറയ്ക്കെന്നോ ചിന്തിക്കാൻ പോലും പറ്റില്ല, വെറും 29 ബാറുകളായിരുന്നു. 2016 അധികാരത്തിൽ കയറി, അതായത് തൊട്ട് മുമ്പത്തെ ദിവസം വരെ 29 ബാറുകളാണെന്ന് ഓർക്കുക. അധികാരത്തിൽ കയറി ഉടൻ തന്നെ UDF സർക്കാർ പൂട്ടിച്ച 462 ബാറുകൾ തുറക്കുകയാണ്. ഒരു ബാറ് പൂട്ടിക്കാനൊക്കെ എത്രത്തോളം പാടാണെന്നറിയാവോ? കാരണം ഈ അബ്കാരി വ്യവസായം എന്നുള്ളത്, അവരുടെ ഒരു കൂട്ടായ്മ എന്നുള്ളത് അത്രത്തോളം സ്ട്രോങ് ആണ്. പല ഗവൺമെൻറ്റുകളെയും പിടിച്ചു നിർത്തുന്ന അടക്കം അവരാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ 462 ബാറുകൾ പൂട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അത് അപ്പം തന്നെ തുറക്കുകയാണ്. പിന്നീട് പല അബ്കാരി വ്യവസായികൾക്കും ബാർ തുടങ്ങാനുള്ള ലൈസൻസൊക്കെ യഥേഷ്ടം കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഫെബ്രുവരിയിലെ കണക്കെടുത്ത് നോക്കിയാൽ, കഴിഞ്ഞ ഫെബ്രുവരി വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത്, എത്ര ബാറുകൾ ഉണ്ടായിരുന്നു എന്നറിയാവോ? 29 നിന്ന് 844 ബാറുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ ബാറുകൾ തുടങ്ങിയതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന, അത്രത്തോളം പച്ചയ്ക്ക് കള്ളം പറയുന്ന ഒരു രീതിയല്ലേ. ബാറുകൾ പൂട്ടിക്കുമെന്നും പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ 29 നിന്ന് 844, നേരെ 10 ഇരട്ടി 290 പോലും അല്ല, 844 പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് നോക്കിയറിയാം, നമ്മുടെ മുക്കിലും മൂലയിലും ഒക്കെ ബാറുകൾ, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഒരു വിജയ് ഒരു മാതൃകയാണ്, പുതുതലമുറയ്ക്ക് തികച്ചും റോൾ മോഡലാക്കാൻ പറ്റിയൊരു വ്യക്തിയാണ്. ഇനി അടുത്തൊരു കാര്യം സംസാരിക്കേണ്ടത് കേരളത്തിൻ്റെ നിലവിലെ സാഹചര്യമാണല്ലേ, രാഷ്ട്രീയ സാഹചര്യമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് വന്ന വാർത്ത എന്തെന്നാൽ ഇന്നത്തോടു കൂടിയിട്ട് ആരാകും മുഖ്യമന്ത്രി എന്നറിയാം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് ഏകദേശം 9-10 ദിവസമായി, ഇതുവരെ കാര്യമായിട്ടുള്ള യാതൊരുവിധ അപ്ഡേറ്റോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിലേറ്റവും വലിയ ഒരു മോശപ്പെട്ട കാര്യം ചെയ്യുന്നത് KC വേണുഗോപാലാണ്. അദ്ദേഹം പണ്ടും പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഞാൻ മുഖ്യമന്ത്രിയാകാനൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞത് നാള് ഇവിടെ മത്സരിച്ച് ജയിച്ച MLA പോലും ഇല്ല, പടം നയിച്ച VD സതീശനെയൊക്കെ വെട്ടിയിട്ട് മുഖ്യമന്ത്രിയാകാനുള്ള കച്ചകെട്ടൽ നടത്തുകയാണ്. അത് നിസ്സാരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയല്ല, വലിയ പോരാട്ടമായിരുന്നല്ലേ. തെരുവുകളിലൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ മൊത്തം ചെളിവാരി എറിയുക എന്ന് പറയത്തില്ല, അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പരസ്പരം ഫ്ലക്സ് കീറുന്നു, ഒരാളവിടെ പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊടുക്കുമെന്നും പറഞ്ഞിട്ട്, ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഭീഷണി മുഴക്കുന്നു, ഒരാൾ ശയനപ്രതിഷ്ഠ നടത്തുന്നു. എന്തൊക്കെയാണ് കാണിച്ചത്? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, UDFൻ്റെ മാത്രം മികവ് കൊണ്ടല്ല ജയിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പിണറായി വിജയനോടുള്ള അത്രത്തോളം വെറുപ്പ് കൊണ്ടാണ് ഈ ഒരു മിന്നുന്ന വിജയം ജനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അതേ ജനങ്ങളെ തന്നെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ, കേരളത്തെ അപഹാസ്യമാക്കുന്ന രീതിയിൽ പെരുമാറിയാൽ ജനം പൊറുക്കില്ല. വലിയ പ്രഭയോടെ ഒരു കൊടുങ്കാറ്റായിട്ട് ജയിച്ചു വന്നതല്ലേ. ആ കൊടുങ്കാറ്റൊക്കെ 90% കെട്ടടങ്ങി കേട്ടോ. ഇനി 5 വർഷം എന്തായാലും ജനങ്ങൾ സഹിക്കും, അവർക്ക് വേറെ ഓപ്ഷനൊന്നുമില്ലല്ലോ. പക്ഷേ അത് കഴിഞ്ഞുള്ള നിങ്ങളുടെ ഭാവി, അത് നിങ്ങൾ തകർക്കരുത്. ഇപ്പോൾ എന്തായാലും VD സതീശനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹമല്ലേ ഇത് പടം നയിച്ചത്. 2021 ഇലക്ഷന് UDFന് വെറും 41 സീറ്റായിരുന്നു, അതിൻ്റെ അകത്ത് കോൺഗ്രസിന് വെറും 22 സീറ്റ് മാത്രമായിരുന്നു. അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടെത്തിച്ചതല്ലേ. അപ്പോൾ എന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക, നല്ലതുപോലെ ഭരിക്കുക. അപ്പോൾ അതോടൊപ്പം ഫിനാൻസ് എന്ന് പറയുന്ന മേഖല, ആ ഒരു ധനകാര്യമന്ത്രി ആരാകുമെന്ന് കണ്ടറിയണം. കാരണം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 36%. അതോടൊപ്പം തന്നെ UDF സർക്കാർ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം കോളേജ് കുട്ടികൾക്കാണോ അതോ കോച്ചിങ് നടത്തുന്നവർക്കാണോ മാസാമാസം 1000 രൂപ,
അങ്ങനെ പിന്നെ ഇൻഷുറൻസ്, എല്ലാ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഇതിനൊക്കെ കൂടെ ഫണ്ട് കൊടുക്കുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താവുമെന്ന് എനിക്കൊരു പിടിയില്ല. നമ്മൾ പോകാൻ പോകുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കണ്ടറിയാം. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ നിലവിൽ സ്തംഭിച്ചിരിക്കുകയാണ്. കാരണം മന്ത്രിമാരൊന്നും അധികാരമേറ്റിട്ടില്ല, വകുപ്പുകളെല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. സെക്രട്ടേറിയറ്റിലൊരു ഹോളിഡേ മൂടാന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. മുമ്പത്തെ LDF സർക്കാരിൻ്റെ നയങ്ങൾ, പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് മുമ്പോട്ട് പോകണോ അതോ പുതിയ ഗവൺമെൻറ് അതിനെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെ കണ്ടറിയാം. അവർ വരട്ടെ എന്നും പറഞ്ഞാണ് സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറിമാരും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭരണം ഭയങ്കര പ്രശ്നത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മുഖ്യമന്ത്രിയായിട്ട് അധികാരം വയ്ക്കുക, മന്ത്രിമാരൊക്കെ അധികാരമേറ്റ് നല്ലൊരു ഭരണം കാഴ്ചവെക്കുക. നമ്മുടെ കേരളം നമ്പർ 1 ആണ്, ടോപ്പാണ്. അതങ്ങനെ തന്നെ തുടരാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ ZFD ക്രെഡിറ്റ് കാർഡിനെ പറ്റി ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു അവസരം ഒട്ടും വൈകിപ്പിക്കരുത്. ഭാവിയിൽ ഒരു ലോണിനായിട്ട് ബാങ്കുകളെ സമീപിക്കുമ്പോൾ യാതൊരുവിധ തടസ്സവുമില്ലാതെ അത് ലഭിക്കാൻ ഇന്ന് തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്തു തുടങ്ങുക. വെറും 2000 രൂപയുടെ തുടക്കം നിങ്ങളുടെ സാമ്പത്തിക ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാം. ഇതിന് വേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ZFD ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.